ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കാത്തതിൽ SFI അംഗങ്ങളായ പെൺകുട്ടികളുടെ പ്രതിഷേധമാണ്. ഇക്ബാൽ അറക്കൽ നമുക്ക് പോകുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, മാർഷൽ ആർട്സിന്റെ മൂവ്മെന്റ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഈ പ്രതിഷേധം? സുജയ, ഇപ്പോൾ SFIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള പ്രതിരോധം, വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിരോധം എന്ന പേരിലാണ് ഇപ്പോൾ SFI ഈ പ്രതിഷേധം നടത്തുന്നത്. രാഹുലിന്റെ വേഷം കെട്ടി എത്തിയിട്ടുള്ള SFI പ്രവർത്തകനെ മറ്റൊരു വിദ്യാർത്ഥി, അതായത് SFIയുടെ പ്രവർത്തകയായിട്ടുള്ള വിദ്യാർത്ഥിനി കീഴ്പ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എങ്ങനെ പ്രതിരോധിക്കാം ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ SFI ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് കാണിക്കുന്നത്. രാഹുലിന്റെ വേഷം കെട്ടി എത്തിയിട്ടുള്ള SFI പ്രവർത്തകൻ വരുന്നു. പിന്നീട് ആ വിദ്യാർത്ഥിനി അത്തരത്തിലുള്ള ആളുകൾ വന്ന് അവരുടെ കയ്യിൽ അല്ലെങ്കിൽ ശരീരത്തിൽ തൊടുമ്പോൾ ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്നുള്ളത് ഈ ഡെമോ കാണിക്കുകയായിരുന്നതിലും ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി വിപിൻ തന്നെ ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. SFI ഇത്തരത്തിൽ പ്രതിഷേധത്തിന് കടക്കാനുള്ള കാരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്നതിന് വേണ്ടി ഇടയായി. ആ വോയിസ് ക്ലിപ്പിനകത്ത് പറയുന്നത് എന്താണ്? ഈ പറയുന്ന 1 മിനിറ്റിനകം കൊല്ലാൻ കഴിയുമെങ്കിൽ 1 മിനിറ്റിനകം കൊല്ലും, അത്രയൊന്നും നീ ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ തന്നെ നേതാക്കളായിട്ടുള്ള വനിതകൾ, ഇരയാകപ്പെട്ടവരുൾപ്പെടെ വരുന്നുണ്ട്. രംഗത്ത് വരുമ്പോൾ അവർക്കെതിരെ വലിയ സൈബർ ആക്രമണം നടത്തുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസും KSUവും ഷാഫി പറമ്പിലിന്റെ അനുയായികളും തയ്യാറാവുമ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആരെങ്കിലും വിചാരിച്ചാലോ യൂത്ത് കോൺഗ്രസോ KSU വിചാരിച്ചാലോ ഒരു പെൺകുട്ടിയുടെയും ജീവൻ നഷ്ടപ്പെടരുത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആക്രമണമുണ്ടായാൽ അതിനെ സെൽഫ് ഡിഫൻസ് നടത്തി പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന വിധത്തിൽ ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും നാളെ മുതൽ ഇത്തരത്തിലുള്ള സെൽഫ് ഡിഫൻസ് ക്ലാസുകൾ കൊടുക്കണമെന്നുള്ളതാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ആ വിദ്യാർത്ഥിനികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ രാഹുലിന്റെ വേഷം കെട്ടി എത്തിയിട്ടുള്ള ആ SFI പ്രവർത്തകനെ കീഴ്പ്പെടുത്തിയിട്ടുള്ള ആ വിദ്യാർത്ഥിനി തന്നെ ഇത് മാർഷൽ ആർട്സ് ആണ്, ഇത്തരത്തിലുള്ള ആളുകളെ കീഴ്പ്പെടുത്താനുള്ളതാണ്. അതെ, പെൺകുട്ടികളുടെ സുരക്ഷയാണ് നമുക്കിപ്പം മുഖ്യം. ഇപ്പം ഈ കാലഘട്ടത്തിൽ നടന്നു പോകണം എല്ലാം ഇപ്പം നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. നമ്മൾ എപ്പോഴും പ്രതിരോധിക്കാൻ വേണ്ടി കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിലുള്ള കുട്ടികൾ തന്നെയാണ്. മുണ്ടൂര്, അതുപോലെ ആലത്തൂര്, വടക്കഞ്ചേരി, അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ കുട്ടികളാണ് SFIയുടെ മെമ്പർഷിപ്പുള്ള. ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവരെല്ലാം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇനി ക്യാമ്പസുകളിൽ അത്തരത്തിലുള്ള ക്ലാസുകൾ എടുക്കാനാണ് നിങ്ങൾ? അതെ, ക്യാമ്പസുകളിലും ഇതിനുള്ള എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പ്രതിരോധം എന്നുള്ളത്. സ്വയം പ്രതിരോധം എല്ലാവർക്കും എത്തട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ SFI ഒരു പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇപ്പോൾ ഏതായാലും SFIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ആ ഫ്ലെക്സ് ബോർഡുകളിൽ തന്നെ നമുക്ക് കാണാം. SFI ഇപ്പോൾ ആരോപിക്കുന്നത് പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിരോധിക്കാനുള്ള ഇതുപോലെയുള്ള ആളുകൾ വരുമ്പോൾ എങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കേണ്ടത് എന്നത് കാണിച്ചു കൊടുക്കുന്ന ചില മുറകളൊക്കെയാണ് ഇപ്പോൾ അവിടെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി SFI പെൺകുട്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.